ഇവിടുത്തെ ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ. ഇപ്പൊ സമസ്ത മുസ്ലിം ലീഗ് തമ്മിൽ അസ്വാരസ്യം ഉണ്ടാക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ ആരും അതിന് കക്ഷി ചേരണ്ട. അത് തീർക്കാൻ മാത്രം യോഗ്യരായ നേതാക്കൾ സമസ്തക്കുമുണ്ട്, മുസ്ലിം ലീഗിനുമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒന്നും ചെയ്യാതിരുന്നവർ. തർക്കങ്ങൾ പരിഹരിക്കാനുള്ള നേതാക്കൾ രണ്ട് വിഭാഗത്തിലുമുണ്ട്. സമസ്തയിലുണ്ട്, മുസ്ലിം ലീഗിലുമുണ്ട്. അതിൽ പ്രാപ്തരായ നേതാക്കളുണ്ട്. നിങ്ങളതിൽ ഇടപെടാതിരുന്നാൽ മതി എന്ന് പറഞ്ഞ പൂക്കോട്ടൂർ പിറ്റത്തെ ദിവസം എന്താ ചെയ്യുന്നത്? പിറ്റത്തെ ദിവസം വിഭാഗീയ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയാണ് ചെയ്യുന്നത്. ഇയാളുടെ പ്രസംഗവും പ്രവർത്തനവും തമ്മിൽ എത്രമാത്രം അന്തരമുണ്ട് എന്ന് കാണുന്ന ആളുകൾ മനസ്സിലാക്കുക. ഇനി നോക്കൂ, ഏറ്റവും വലിയൊരു കളവ്, ഇന്ന് പറഞ്ഞ ഏറ്റവും വലിയൊരു കളവ് ഇവിടെ പൊട്ടാൻ പോവുകയാണ്. അന്നത്തെ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ സമസ്തയെ പിടിച്ചു നിർത്താൻ, അഥവാ സ്ഥാപനങ്ങളെ പിടിച്ചു നിർത്താൻ പരിശ്രമിച്ച ആളുകളിൽപ്പെട്ടവരാണ് പലരും ഇന്നിവിടെ ക്ഷണിക്കപ്പെട്ടത്. പക്ഷെ ക്ഷണിക്കപ്പെട്ട് വിവരം അറിഞ്ഞപ്പോൾ കുറെ ആളുകൾ കൂടുതൽ വന്നു എന്നുള്ളത് ഞങ്ങൾ ഉദ്ദേശിച്ചതല്ല. ഞങ്ങൾ ഉദ്ദേശിച്ച പരിമിതമായ 100 പേരുടെ സംഗമത്തിൽ വെച്ച് ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. ഉസ്താദുമാർ ഒരു മസ്ലഹത്തിന്റെ ശ്രമത്തിലാണ്. ആ മസ്ലഹത്തിന്റെ മുഖത്ത് വെച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ചില പ്രതിനിധികളെ ചർച്ചയ്ക്ക് വിളിക്കുന്നത്. പച്ചക്കളവല്ലേ ഇത്? പച്ച നുണയല്ലേ ഇത്? 100 പേരെ പ്രത്യേകം തിരഞ്ഞെടുത്ത ആളുകളെ ചർച്ചയ്ക്ക് വിളിച്ചതാണെന്നാണ് ഇയാൾ പറയുന്നത്. സംഗതി പണി പാളിയപ്പോൾ ഇങ്ങനെ ആക്കി തീർത്ത് ഇത്ര വലിയ കളവ് പറയുന്ന ഒരു മൂഢത്തരം ജനങ്ങളിത് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്നൊരു ബോധമെങ്കിലും വേണ്ടേ? സർവ്വ പത്രങ്ങളിലും നിങ്ങൾ പരസ്യം കൊടുത്തില്ലേ? ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് പത്രങ്ങളിലൊക്കെ പരസ്യം കൊടുത്തു. അതിനു പുറമെ നിങ്ങൾ പോസ്റ്ററുകൾ അടിച്ചിറക്കി. എന്നിട്ട് പറയണം 100 ആളുകൾക്ക്, അത് നളന്ദ ഓഡിറ്റോറിയത്തിൽ പരിപാടി. ഈ പരിപാടിക്ക് എന്തിനാണ് പത്രത്തിൽ പരസ്യം കൊടുത്തത്? പത്രത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആഹ്വാനം ചെയ്തത് എന്തിനാണ്? അതിനു വേണ്ടിയിട്ട് പോസ്റ്റർ അടിച്ചിറക്കിയത് എന്തിനാണ്? 100 ആളുകൾ കൂടുന്ന ഒരു രഹസ്യ ചർച്ചയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? സാധാരണ ഇങ്ങനെ യോഗങ്ങളൊക്കെ ഉണ്ടാവലുണ്ട്. പക്ഷേ അതിന് പത്രത്തിൽ കൊടുക്കില്ല. എത്ര രഹസ്യ യോഗങ്ങൾക്ക്, മീറ്റിങ്ങുകൾ, ദിവസം എത്ര മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്, എത്ര സംഘടനകളുടെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. പക്ഷേ അത് പത്രത്തിൽ കൊടുക്കുമോ? അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം നോട്ടീസ് അടിച്ചിറക്കുമോ? അപ്പോൾ ഇയാൾ പച്ചക്കളവാണ് പറയുന്നത്. ഇവിടെ വലിയൊരു ജനാവലിയെ ഇവർ പ്രതീക്ഷിക്കുകയും അത് തൂറ്റിപ്പോവുകയും ചെയ്തപ്പോൾ ഇയാളൊരു കളവങ്ങ് വെച്ച് കാച്ചി മാധ്യമങ്ങളുടെ മുന്നിൽ, അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുന്നിൽ വഷളായപ്പോൾ, ഒരു വിഭാഗീയ പ്രവർത്തനത്തിനാണല്ലോ ഞങ്ങൾ നേതൃത്വം നൽകുന്നത് എന്ന് ഈ വന്നിരിക്കുന്ന മാധ്യമങ്ങൾ അന്തള്ളോല, മാധ്യമത്തിൻ്റെ പ്രവർത്തകർ, അവരുടെ മുന്നിൽ ഞങ്ങൾ വഷളാകുമല്ലോ എന്ന് തോന്നിയപ്പോൾ ഇയാൾ വെച്ച് കാച്ചിയ ഒരു പെരും കളവാണിത്. പെരും കളവാണ്. മാത്രമല്ല, ലൈവായി പരിപാടി സ്ട്രീം ചെയ്തു, ലൈവായിട്ട് പുറത്തേക്ക് വിട്ടു. അതിൻ്റെ ഉദ്ഘാടനം വരെ ലൈവായിട്ട് വിട്ടു. പിന്നീടുള്ള പ്രഭാഷണങ്ങൾ ലൈവ് ആക്കാതിരുന്നത് എടവണ്ണപ്പാറ ആവർത്തിക്കുമെന്ന് കരുതിയിട്ടാണ്. ഞങ്ങൾക്കറിയാം പ്രസംഗം തീരുന്നതിന് മുമ്പ് ക്ലിപ്പുകൾ പുറത്തിറങ്ങും. അത്ര അബദ്ധങ്ങളാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ എടവണ്ണപ്പാറ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അത് പ്രത്യേകം എഡിറ്റ് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് ആ ലൈവ് കട്ടാക്കിയത്, അല്ലേ? സമസ്തയുടെ ആദർശം ഇങ്ങനെ ലൈവ് കട്ടാക്കി പറയേണ്ട ഒരു ഗതികേട് ഇന്ന് വരെ വന്നിട്ടുണ്ടോ? സമസ്തയുടെ ആദർശം ഏത് നട്ടുച്ചക്കും പറയാൻ പറ്റുന്നതാണ്, ഏത് ആളുടെ മുന്നിലും പറയാൻ പറ്റുന്നതാണ്, ഏത് ലൈവിലും പറയാൻ പറ്റുന്നതാണ്. ഇതുപോലെ ഒരു ദുരന്തം സമസ്തയുടെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ? ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇനി അടുത്ത കളവ് പറയുന്നത് മായിനാജിയാണ്. ഈ പരിപാടിയുടെ പ്രധാന സൂത്രധാരനും സംഘാടകനുമായ മായിനാജി അടുത്ത വടി പൊട്ടിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഈ പറയുന്ന തരത്തിൽ ആദർശ വിശദീകരണ സമ്മേളനം വിളിച്ച് ആദർശത്തെ പറ്റി ഒന്നും പറയാതെ, ആദർശം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സമസ്ത കേരള ജമിയത്തുലമയുടെ ആദർശം പുത്തൻ വിധേയ പ്രസ്ഥാനങ്ങളെ പ്രതിരോധിക്കുകയും പരിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ തനതായ രൂപത്തിൽ ബഹുജനങ്ങളെ അതിനനുസരിച്ച് ജീവിപ്പിക്കുകയും ചെയ്യാൻ പ്രാപ്തമാക്കലാണ് ഈ ആദർശ സമ്മേളനത്തിൽ പ്രസംഗിക്കേണ്ടത്. അതാണ്. കോഴിക്കോട് ആദർശ സമ്മേളനത്തിൽ ആദർശം പറഞ്ഞില്ല എന്നാണ് പറയുന്നത്. പുത്തൻവാദികൾക്കെതിരെ ഒന്നും പറഞ്ഞില്ല. എനിക്ക് സംശയം ഇവരൊക്കെ രാത്രിയിൽ ബോധത്തിൽ തന്നെയാണോ എന്ന് സംശയിക്കുകയാണ്, ന്യായമായും സംശയിക്കുകയാണ്. കാരണം കഴിഞ്ഞ കോഴിക്കോട് ആദർശ സമ്മേളനം ഇവർ പൂട്ടിവെച്ച മാതിരി ലൈവ് പൂട്ടി ഓടിയതല്ല, അത് ലൈവായിരുന്നു. ഇപ്പോഴും അത് SKICR എന്ന യൂട്യൂബ് ചാനലുണ്ട്, അത് എടുത്തു നോക്കിയാൽ എന്തിനെക്കുറിച്ച് പറഞ്ഞതറിയാം. ഒരു വിഷയം സ്വാദിഖ് ഫൈസി താന്നൂർ ആ തുടക്കം തന്നെ പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമിനെ കുറിച്ചാണ്. എന്നാൽ നിങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമി സമസ്തയുടെ ആദർശ വൈരികളല്ലാതായത്? അത് പഠിത്തല്ലായത്? അതെന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളാക്കിയത്? ഇതൊക്കെ മനുഷ്യന്മാർക്ക് തിരിയില്ലേ ചെങ്ങായിമാരെ? ഇതൊക്കെ മനുഷ്യന്മാർക്ക് തിരിയില്ലേ? വഹാബികളെക്കുറിച്ചാണ് മുസ്തഫ അഷ്റഫി കക്കുപടി ക്ലിപ്പ് ഇട്ടുകൊണ്ട് സംസാരിച്ചത്. നിലവിലെ ലേറ്റസ്റ്റ് ആയിരിക്കുന്ന വിഷയങ്ങൾ ക്ലിപ്പിട്ടുകൊണ്ട് വഹാബികളുടെ തമ്മിൽ തല്ല് കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടാകുന്ന കണ്ടു നോക്കിട്ടോ. പിന്നെ അവിടെ പറഞ്ഞ പ്രഭാഷണങ്ങൾ മുഴുവൻ ഓരോന്നെടുത്ത് പരിശോധിച്ചോ. തൗഹീദുമായി ബന്ധപ്പെട്ടത്,
സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദയുമായി ബന്ധപ്പെട്ട പ്രഭാഷണങ്ങളാണ് അവിടെ മുഴുവൻ നടന്നിട്ടുള്ളത്. പിന്നെ പാലക്കാട് തങ്ങൾക്കെതിരാണ് എന്നുള്ള ഒരു നരേഷൻ വരുത്തി തീർക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കണം. നമ്മളൊരു തങ്ങന്മാർക്കും എതിരല്ല, സമസ്ത ഒരു തങ്ങന്മാർക്കും എതിരല്ല. നേരെ മറിച്ച് സുന്നത്ത് ജമാഅത്തിന് എതിരെ ആരെങ്കിലും വന്നാൽ ആശയം പറയുക, ആദർശം പറയുക, അത് സമസ്തൻ്റെ ബാധ്യതയാണ്. സുന്നത്ത് ജമാഅത്തിൻ്റെ നമ്മുടെ സമസ്തയുടെ ഒരു പാരമ്പര്യമുണ്ട്, ആദർശത്തിലൊരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം ആരെങ്കിലും ലംഘിക്കാൻ വന്നാൽ അത് ഇതുവരെ സുന്നത്ത് ജമാഅത്ത് പഠിച്ച സമസ്തയുടെ ആലിമീങ്ങൾ, അത് പ്രചരിപ്പിച്ചവർ ഒരു വിഭാഗത്തിനെതിരെ മാത്രം മൗനം പാലിക്കുകയും ഒരു വിഭാഗത്തിനെതിരെ തുറന്നടിക്കുകയും ചെയ്യുന്ന ആ കാപഢ്യം അത് ഇവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് പറയേണ്ടടുത്ത് പറയും, അത് ആദർശം പറയും, അല്ലാതെ വ്യക്തികൾക്കെതിരല്ല. അത് ഇവരിപ്പോൾ ഈ കുന്തും കുടച്ചക്രം എടുത്ത് ഇറങ്ങിയത് എന്താണെന്ന് അന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാവും. PMA സലാമിനെതിരെയും ഷാജിക്കെതിരെയൊക്കെ ശക്തമായിരിക്കുന്ന പ്രതിഷേധം സമസ്തയുടെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇവർ സമസ്തയുടെ പ്രതിനിധികളായിട്ടാണെന്ന് കോഴിക്കോട് വന്നതെങ്കിൽ ഇവർ പറയേണ്ടത് എന്താണ്? സമസ്തയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരെ പരസ്യമായി ആഹ്വാനം ചെയ്ത, പരസ്യമായിട്ട് അധിക്ഷേപം അയച്ചുവിട്ട PMA സലാമിനെ സ്ഥാനത്ത് നിന്ന് നീക്കണം എന്നാണ് ഈ ചങ്ങായിമാർ പറയേണ്ടത്. കാരണം ഇവർ സമസ്തയുടെ പ്രതിനിധികളാണ്. നേരെ മറിച്ച് ഇവർ പറയുന്നത് എന്താ? സമസ്തയുടെ മുഷാവറയിൽ നിന്ന് ആളെ മാറ്റണമെന്ന്. എങ്ങനെയുണ്ട് വിരോധാഭാസം? അപ്പോൾ ഇവർ ആരുടെ ആളുകളാണ്, ആരുടെ പ്രതിനിധികളായിട്ടാണ് ഇവരിവിടെ വന്നിട്ടുള്ളത്? ഇത്തരം കളികളൊക്കെ അന്നം തിന്നുന്ന ആൾക്കാർക്ക് തിരിയും, അതൊക്കെ മാധ്യമങ്ങൾക്ക് തിരിയും. നിങ്ങളെക്കുറിച്ച് മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത് തന്നെ എന്താ? ലീഗ് അനുകൂലികളുടെ സമ്മേളനം എന്നാണ്. അപ്പോൾ നിങ്ങൾ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി വിടുവേല ചെയ്യുകയാണ് എന്ന് ഇവിടുത്തെ പൊതുജനങ്ങൾക്കടക്കം മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്ക് മതത്തിലോ വിശ്വാസത്തിലോ യാതൊരു താല്പര്യമില്ല.